ഏവർക്കും സുപ്രഭാതം. ഒരിടത്തോട്ട് ഇറങ്ങാൻ വയ്യ. എവിടെ പോയാലും നമ്മെ നിരീക്ഷിക്കുന്ന ക്യാമറ കണ്ണുകളുണ്ട്. വാഹനത്തിൽ പോയാൽ, ഭവനങ്ങളിൽ ചെന്നാൽ, വലിയ കോംപ്ലക്സുകളിൽ കയറിയാൽ, വലിയ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ അവിടെയെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കൂടെ കാണാൻ കഴിയും: നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. അതെ, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണ് വ്യത്യസ്തമായ ഇടങ്ങളിലുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്റേണൽ ആയിരിക്കുന്ന ഒരു പ്രശ്നവും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ഞാൻ പട്ടിണിയാണോ നടന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ക്യാമറയും ഇവിടെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. എൻ്റെ സാമ്പത്തികാവസ്ഥ തിരിച്ചറിയുവാൻ ഒരു ക്യാമറകളുമില്ല. എന്നാൽ ഒരു വാക്ക് ഞാൻ പറയട്ടെ: ഉയരത്തിൽ നിന്ന് താഴേക്ക് മനുഷ്യപുത്രന്മാരെ മുഴുവൻ കുനിഞ്ഞു നോക്കുന്ന രണ്ട് കണ്ണുകളുണ്ട്. ആ കണ്ണ് സകല മനുഷ്യരെ നോക്കുക മാത്രമല്ല, അവൻ്റെ ഇന്റേണൽ അവസ്ഥ അറിഞ്ഞിട്ട് അവൻ്റെ അവസ്ഥയെ മാറ്റുന്ന കണ്ണുകളാണ്, മറ്റാരുടെയുമല്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ളവ അവിടുന്ന് കുനിഞ്ഞു നോക്കുന്നു. അവിടുന്ന് മനുഷ്യനെ കണ്ടിട്ട്, അവസ്ഥ കണ്ടിട്ട് അവൻ്റെ അവസ്ഥയെ മാറ്റുകയാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും എളിയവനെ പൊടിയിൽ നിന്ന് കരയേറ്റുകയും ശ്രേഷ്ഠരായ നരർക്കൊപ്പം ഇരുത്തുകയും ചെയ്യുന്നു. അവസ്ഥയെ മാറ്റുന്ന കണ്ണുള്ള ദൈവം നമ്മെ കാണുന്നു എന്നുള്ള ധൈര്യത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ജീവിപ്പാൻ സർവേശ്വരൻ കൃപ നൽകി സഹായിക്കുമാറായി.